അസ്സലാമലൈക്കും ഹായ് ഗൈസ് ഇന്നൊരു കൂന്തൽ ഫ്രൈ ആണ്. അപ്പോൾ കുറേ ടൈം ഉള്ളിയെല്ലാം ഫ്രൈ ചെയ്ത് അങ്ങനെ ടൈം കളയുന്നില്ല, പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കൂന്തൽ ഫ്രൈ. അപ്പോൾ ഈ കൂന്തലെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് റിങ് പോലെയാണ് കട്ട് ചെയ്ത്, ഉള്ളു നല്ല പോലെ ഒന്ന് വാഷ് ചെയ്യണം. റിങ് പോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. പാത്രത്തിലേക്ക് കൂന്തലിട്ട് കൊടുക്കുക. 2 വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. 2 ടൊമാറ്റോ, 3 ഗ്രീൻ ചില്ലി, കുറച്ച് കറിയില, വെളുത്തുള്ളി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക. ചൂടായ തവയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിലും ചൂടാകുമ്പോഴത്തേക്കും ഇത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക. കുറച്ചിങ്ങനെ ഡ്രൈ ആകുമ്പോഴത്തേക്കും മീഡിയം ഫ്ലെയിമിലിടുക. നല്ല ഡ്രൈ ആകുമ്പോഴത്തേക്കും വറ്റി വരുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് കറിയിലിടുക. പിന്നെ ഒരു 1/2 ചെറുനാരങ്ങ ഒഴിച്ചെടുക്കുക. നല്ലപോലെ ഡ്രൈ ആയാലും കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത്, എണ്ണ കൂടിയാൽ ഇങ്ങനെ ചെരിച്ച് വെച്ചാൽ താഴോട്ട് വരും. എന്നിട്ട് നല്ല ടേസ്റ്റിയാണ്. ഫുള്ള് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാം. കുറേ ടൈം ഉള്ളിയൊന്നും വഴറ്റുന്നില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതാക്കണ്ട പത്തരിക്കെല്ലാം നല്ല ടേസ്റ്റിയാണ്. കൂന്തൽ കുറച്ചുള്ളതെങ്കിലല്ലേ 1 ഉള്ളി ഇട്ടാൽ മതി. ഞാൻ കൂന്തൽ അധികം ഉള്ളതുകൊണ്ട് 2 ഉള്ളി ഇട്ടത്. അപ്പോൾ ഇത് കുറച്ച് ടൈം ഡ്രൈ ആക്കിയാൽ നല്ല ടേസ്റ്റിയാണ്. ഡ്രൈ ആക്കാൻ വെക്കണം കുറച്ച് ടൈം. താങ്ക് യു.